തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് എന്ന ആശയത്തിന് വീണ്ടും പുതുജീവനാവുകയാണ്. മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുമെന്നാണ് അധികാരത്തിലേക്ക് തിരികെ എത്തിയ UDFന്റെ പ്രഖ്യാപനം. എന്നാൽ 10 വർഷം മുൻപ് നിലച്ച പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ കടമ്പകൾ ഏറെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്താണ് തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് കൂടി തുടങ്ങാനുള്ള തീരുമാനമുണ്ടായത്. എൻ്റെ പിന്നിൽ കാണുന്ന ജനറൽ ആശുപത്രി കോമ്പൗണ്ടിലുള്ള കെട്ടിടവും തൈക്കാടെ അമ്മയും കുഞ്ഞും ആശുപത്രിയും ചേർത്ത് ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് തുടങ്ങാനായിരുന്നു തീരുമാനം. എന്നാൽ സർക്കാർ മാറി, പദ്ധതിയും അവസാനിച്ചു. 101 തസ്തികകളാണ് അന്ന് സൃഷ്ടിച്ചത്. 100 സീറ്റുകൾക്കുള്ള അനുമതി മെഡിക്കൽ അസോസിയേഷൻ നൽകുകയും ചെയ്തു. അന്ന് മെഡിക്കൽ കോളേജ് തുടങ്ങിയിരുന്നുവെങ്കിൽ 10 വർഷം കഴിഞ്ഞ് ഇപ്പോൾ 1000 വിദ്യാർത്ഥികൾ ഡോക്ടർമാരായി പുറത്തേക്കിറങ്ങിയേനെ. UDFന്റെ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനമായിരുന്നു തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുമെന്നത്. ഇക്കാര്യം ആവർത്തിക്കുകയാണ് ആരോഗ്യമന്ത്രി. UDF സർക്കാരിൻ്റെ കാലത്ത് അന്ന് അനുവദിച്ച മെഡിക്കൽ കോളേജുകൾ 2 നിർത്തലാക്കി. തിരുവനന്തപുരം, ഹരിപ്പാടും. അത് രണ്ടും പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 10 വർഷം മുൻപ് പണിതിട്ട ഈ ബഹുതല മന്ദിരത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജും അപ്പെക്സ് ട്രോമ എമർജൻസി ലേണിംഗ് സെൻ്ററും. ഇത്രയും വലിയൊരു കെട്ടിടം പണിതിട്ടിട്ട് അത് ഉപയോഗിക്കാതെ ഒഴിച്ചിട്ടതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും ഇതുപോലെ കാട് പിടിച്ച നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. എല്ലാം പഴയപടിയാക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജല്ല, നിലവിലുള്ള ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് വേണ്ടതെന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുമാണ് പുതിയ മെഡിക്കൽ കോളേജിനെ എതിർക്കുന്നവരുടെ വാദം. ജനറൽ ആശുപത്രി കോമ്പൗണ്ടിലുള്ള കൂറ്റൻ കെട്ടിടവും മറ്റു സൗകര്യങ്ങളും ആരോഗ്യവകുപ്പിൻ്റേതാണെന്നും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന് വിട്ടു നൽകാൻ കഴിയില്ല എന്നും നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. പ്രതിസന്ധികളും നൂലാമാലകളുമെല്ലാം വേഗത്തിൽ മറികടന്ന തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകട്ടെ, എല്ലാ സൗകര്യങ്ങളോടും കൂടി. രാകേഷിനൊപ്പം അമൽ തന്നമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.